കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൽ നിർണായക കരുത്തായ കുടുംബശ്രീ രൂപീകൃതമായിട്ട് ഇന്നേക്ക് 25 വർഷം. 1998 മെയ് 17-നാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ കുടുംബശ്രീക്ക് രൂപം നൽകിയത്. പെൺകരുത്തിൽ പടുത്തുയർത്തിയ സമാനതകളില്ലാത്ത വികസന ചരിത്രമാണ് കുടുംബശ്രീയുടേത്. കേരളത്തിൽ ഇത്രമാത്രം ആഴത്തിൽ വേരോടിയ മറ്റൊരു സ്ത്രീ കൂട്ടായ്മ ഉണ്ടാകില്ല. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്ത് സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക എന്ന ആശയത്തോടെയാണ് 1998 മെയ് 17-ന് കുടുംബശ്രീ രൂപീകൃതമായത്. ജനകീയാസൂത്രണത്തിന്റെ തുടർച്ചയായി ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിനും തുടക്കം കുറിച്ചത്. സ്ത്രീകളെ സ്വന്തമായി തൊഴിലും വരുമാനവും കണ്ടെത്താൻ പ്രാപ്തരാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കാനും അതിലൂടെ ദാരിദ്ര്യം ലഘൂകരിക്കാനുമുള്ള ശ്രമകരമായ ദൗത്യമാണ് കുടുംബശ്രീ ഏറ്റെടുത്തത്. ആ ദൗത്യം വിജയകരമായി നടപ്പിലാക്കാൻ 25 വർഷം കൊണ്ട് കുടുംബശ്രീക്ക് കഴിഞ്ഞു. സൂക്ഷ്മ സമ്പാദ്യം പ്രോത്സാഹിപ്പിച്ചും സ്ത്രീകളുടെ ആവശ്യങ്ങൾക്കായി വായ്പ ലഭ്യമാക്കിയും വീട്ടുമുറ്റത്തെ ബാങ്കായി അയൽക്കൂട്ടങ്ങൾ മാറി. കുടുംബശ്രീ നടപ്പിലാക്കിയ മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ 8029.47 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ന് വിവിധ ബാങ്കുകളിൽ ഉള്ളത്. ജീവൻ ദീപം ഒരുമ പദ്ധതിയിലൂടെ 11.31 ലക്ഷം അംഗങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത്. കുടുംബശ്രീ നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ 1,08,464 സൂക്ഷ്മ സംരംഭങ്ങളാണ് പ്രവർത്തിക്കുന്നത്. വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിലൂടെ സുസ്ഥിര വരുമാന ലഭ്യതയും ഉറപ്പുവരുത്തുന്നു. 96,864 പേർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകാനും 72,412 പേർക്ക് തൊഴിൽ നേടിക്കൊടുക്കാനും കുടുംബശ്രീക്ക് കഴിഞ്ഞു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വിപണിയാണ് ലഭിക്കുന്നത്. നൂതനമായ ഓൺലൈൻ വ്യാപാര രംഗത്തും കുടുംബശ്രീ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. കുടുംബശ്രീ ബസാർ.com-നെ കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലൂടെയും കുടുംബശ്രീ വിപണിയിൽ സജീവമാകുന്നു. സാമൂഹ്യ സുരക്ഷാ മേഖലയിലും നിരവധി പദ്ധതികളാണ് കുടുംബശ്രീ നടപ്പിലാക്കുന്നത്. ഏറ്റവും സ്വീകാര്യത നേടിയ പദ്ധതിയാണ് ജനകീയ ഹോട്ടൽ. കൊച്ചി റെയിൽ മെട്രോയുടെ 24 സ്റ്റേഷനുകളിലും ജോലി ചെയ്യുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. അധ്വാനത്തിലൂടെ ജീവിത പുരോഗതി കൈവരിച്ചതിനപ്പുറം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹജീവികൾക്ക് താങ്ങാകാനും കുടുംബശ്രീ പ്രവർത്തകർക്ക് കഴിഞ്ഞു. ത്രിതല പഞ്ചായത്തുകളിൽ ഇന്ന് അധികാരസ്ഥാനത്തിലുള്ള സ്ത്രീകളിലേറെയും കുടുംബശ്രീ വനിതകളാണ്. കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ ലഭിച്ച ആർജവവും ആത്മവിശ്വാസവുമാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റത്തിന് പിന്നിൽ. ഇതിനിടെ ഈ മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ വിവിധയിടങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായി. അതിനെയെല്ലാം നേരിട്ടാണ് കഴിഞ്ഞ 25 വർഷമായി ആർജവത്തോടെ കുടുംബശ്രീ മുന്നേറുന്നത്. സമഗ്രമായ ജീവിത പുരോഗതി കൈവരിക്കാൻ സ്ത്രീ സമൂഹത്തെ പ്രാപ്തരാക്കുകയാണ് കുടുംബശ്രീയുടെ ഇനിയുള്ള ലക്ഷ്യം. കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം 25 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ കേരള സ്ത്രീ സമൂഹത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെത്തിച്ച ചരിത്രം കൂടിയാണ് കുടുംബശ്രീ അടയാളപ്പെടുത്തുന്നത്. ക്യാമറമാൻ RK കുമാറിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.